അല്ല, നിങ്ങളെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങളിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. എന്താണോ സംഭവിച്ചത് ആ സംഭവിച്ചു. നമുക്കിനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള 5 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിത് ഒരുപാട് ഉപകരിക്കും. 1, ആക്സെപ്റ്റ് വാട്ട് ഹാപ്പൻഡ്. എന്താണോ സംഭവിച്ചത് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യൂ. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രത്യേകിച്ച് അതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരമാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ, ചുമ്മാ BP അപ്പാവുന്നത്, അസുഖം വരുന്നത്, വല്ലാത്ത ആരോഗ്യത്തിലേക്ക് പോകുന്നത്, മാനസിക നിലവാരം ആകെ പോകുന്നത്, വന്ന് ഡിപ്രൂവ് ആവുകയെ. ആ കഴിഞ്ഞതങ്ങ് കഴിഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യൂ. ഇത് സംഭവിച്ചു, അത് കഴിഞ്ഞു. നമുക്കത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. രണ്ടാമത്തത്, നിങ്ങൾ ദയവേത് നിങ്ങളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യരുത്. ഇതെൻ്റെ തെറ്റാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, എൻ്റെ പ്രശ്നമാണ്, ഞാൻ നന്നാവില്ല. നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തരുത്. എന്തിനു കുറ്റപ്പെടുത്തണം? മനുഷ്യ സഹജമായ വീഴ്ചകളെ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. സ്വാഭാവികമായി നിങ്ങൾക്കുണ്ടാകുന്നത് എല്ലാ മനുഷ്യനും സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതേ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. അതങ്ങനെ അങ്ങ് മനസ്സിലാക്കൂ. അത്രയേ ഉള്ളൂ, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മൂന്നാമത്തത്, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കണ്ടേ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് അങ്ങ് വെക്കൂ പിള്ളേരെ. നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ടങ്ങ് വെക്കൂ. ഒരു ചെറിയ സ്റ്റെപ്പ് മതി. അതിന് ഈ വീഡിയോ പ്രചോദനമാവട്ടെ. സങ്കടപ്പെട്ടിങ്ങനെ ഇരുന്നാൽ എത്രയെന്ന് പറഞ്ഞിരിക്കും. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ, ഒരൊറ്റ സ്റ്റെപ്പ് വെക്കുമ്പോൾ ബാക്കി മുഴുവൻ അതിൻ്റെ കൂട്ടത്തിൽ നടന്നോളൂ എന്നുള്ളതാണ്. 4ാമത്തെ പോയിന്റ്, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇപ്പം നിങ്ങൾ അതിനുള്ളൊരു മൂഡിലല്ല. നിങ്ങളുടെ മാനസികാവസ്ഥ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പകരം നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് മാത്രം ചിന്തിക്കും. പ്രസൻറ്റിൽ മാത്രം. അതായത് ഇപ്പോൾ നമ്മളൊരു ദിവസം രാവിലെ ഉണർന്നാൽ ആ ദിവസം നമുക്ക് എങ്ങനെ ഇന്നത്തെ ദിവസം സെറ്റ് ചെയ്തെടുക്കാം, അത് കഴിഞ്ഞ് മതി നാളെക്കുറിച്ചുള്ള ചിന്ത. പതിയെ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. പതിയെ നമുക്ക് അതിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തകർന്നിരിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ മതി ഇന്നത്തെ കാര്യം ചിന്തിക്കൂ, ഇപ്പോഴത്തെ കാര്യം ചെയ്യൂ. അങ്ങനെ ഇന്നുകൾ ചേർത്ത് വെച്ച് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു നാളെയിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. 5ാമത്തത്, കീപ് ഗോയിങ്. പോയിക്കൊണ്ടേയിരിക്കൂ. ചില ദിവസം സ്ലോ ആയിരിക്കും. മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ട് ചില ദിവസങ്ങളിൽ സ്ലോ ആയിരിക്കും. ചില ദിവസം ഭയങ്കര ഹാർഡായിരിക്കും. ചില ദിവസം നമുക്ക് അനുഭവങ്ങളെ നേരിടാൻ ഭയങ്കര പേടിയായിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ സന്തോഷത്തോടെ നേരിടും. ചില ദിവസങ്ങളിൽ പതിയെ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് മടങ്ങി വരും. ജീവിതത്തിൻ്റെ ആഘോഷത്തിലേക്ക് നമ്മളറിയാതെ ഒരുമിച്ച് ഒഴുകി തുടങ്ങും. അതിനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്തിരുന്നത്